നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വാഹനം ടേൺ ചെയ്യുമ്പോൾ അഥവാ ടേൺ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രോപ്പറായിട്ട് നമുക്ക് വാഹനം എങ്ങനെ ടേൺ ചെയ്യാം എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ ടേൺ വരുന്നതിന് ശകലം മുന്നേ തന്നെ നമുക്ക് ഏത് സൈഡിലോട്ടാണോ ടേൺ ചെയ്യേണ്ടത് ആ സൈഡിലെ ഇൻഡിക്കേറ്റർ നമ്മൾ ഇടുക. ടേൺ വരുന്നിടം വരെ കാത്തിരിക്കരുത്. ടേൺ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക. കാരണം ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും വരുന്ന വാഹനത്തിന് അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തതായി നമ്മൾ വാഹനം പയ്യെ സ്ലോ ചെയ്ത് തുടങ്ങുക. ടേൺ എടുക്കുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ വാഹനം സ്ലോ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ വാഹനം തേർഡ് ഗിയറിലായിരുന്നു. തേർഡ് ഗിയറിൽ നിന്ന് ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ടു. സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം ഞാൻ വാഹനം ടേൺ ചെയ്തു. സെക്കൻഡ് ഗിയറിൽ ഞാൻ ഈ ടേൺ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ടേൺ നമുക്ക് ഒരു ഇറക്കത്തിലോട്ടായിരുന്നു വാഹനം പോകുന്നത്. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് ഈസി ആയിട്ട് സെക്കൻഡ് ഗിയറിൽ ടേൺ എടുക്കാൻ പറ്റി. അപ്പം ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഇപ്പോൾ കയറ്റമായിരിക്കും. അപ്പോൾ കയറ്റത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അഥവാ നമ്മൾ എടുക്കാൻ ശ്രമിച്ചാലും ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ക്ലച്ചിൻ്റെ മുകളിലുള്ള ലോഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ കയറ്റത്തിലുള്ള ഈ ഒരു ടേൺ ആണെങ്കിൽ നിങ്ങൾ വാഹനം സ്ലോ ചെയ്യുക. സ്ലോ ചെയ്തതിന് ശേഷം വാഹനത്തിനെ ഫസ്റ്റ് ഗിയർ ആക്കുക. ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിൽ ഈസി ആയിട്ട് ടേൺ എടുക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്കത് കാണാം. ഇപ്പോൾ എനിക്ക് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കയറ്റത്തിലൊരു ടേൺ ഉണ്ട്. അപ്പോൾ ഞാൻ വാഹനം സ്ലോ ചെയ്യും. ഇപ്പം ഞാൻ വാഹനം ഫസ്റ്റ് ഗിയറിലാക്കി. ഞാൻ ഹോൺ അടിച്ച് അലേർട്ട് ചെയ്ത്, കാരണം എതിർ സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വിസിബിലിറ്റി അത്ര കറക്റ്റായിട്ടില്ല. അപ്പോൾ ഹോൺ കൊടുക്കുക. ഇൻഡിക്കേറ്റർ ഞാൻ നേരത്തെ തന്നെ ഇട്ടിരുന്നു. എന്നിട്ട് പയ്യെ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് ആക്സിലറേറ്റർ കൊടുത്തു. പിന്നെ വാഹനത്തിൻ്റെ സ്പീഡ് വേഗത കൂടുന്നതിനനുസരിച്ച് ഞാൻ ഗിയർ അപ്പ് ചെയ്ത് കൊടുത്തു. ഈ ഒരു എടുത്ത ടേൺ എനിക്ക് സെക്കൻഡ് ഗിയറിൽ വേണമെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ക്ലച്ചിൽ കൂടുതലായിട്ട് ലോഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇങ്ങനത്തെ ഒരു ടേൺ എടുത്തത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കുറച്ച് സമയം വരെ, ഇപ്പോൾ ഒരു നല്ല പ്രാക്ടീസ് വരുന്നിടം വരെ നിങ്ങളൊരു ഫസ്റ്റ് ഗിയറിൽ ടേൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓഫ് ആകാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ ടേണുകളും എടുക്കാൻ പറ്റും. എന്നാൽ കുറച്ച് പ്രാക്ടീസ് ആയതിന് ശേഷം നിങ്ങളിപ്പോൾ ഒരു സ്ലോപ്പ് ആണെങ്കിൽ അവിടെ സെക്കൻഡ് ഗിയറിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും വാഹനം നിങ്ങൾ ആദ്യം സ്ലോ ചെയ്യുക. സ്ലോ ചെയ്തിട്ട് വേണം ഗിയർ ഡൗൺ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വാഹനത്തിൻ്റെ RPM പെട്ടെന്ന് റേസ് ആവും. അത് ഗിയർ ബോക്സിനൊക്കെ ഡാമേജസ് വരുത്തും. ഇനി അടുത്ത നമ്മൾ വീണ്ടും കയറ്റത്തിലോട്ടുള്ള ഒരു ടേൺ ആണ്. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തു. ഇൻഡിക്കേറ്റർ കൊടുത്തതിന് ശേഷം വാഹനം പയ്യെ സ്ലോ ചെയ്തിട്ട് ഞാനിപ്പോൾ വാഹനം ഫസ്റ്റ് ഗിയറിലേക്കാക്കി. ഫസ്റ്റ് ഗിയറിലോട്ട് മാറ്റിയിട്ട് ടേൺ എടുത്തതിന് ശേഷം പയ്യെ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് ആക്സിലറേറ്റർ കൊടുത്തു. ഇതും കയറ്റത്തിലുള്ള ഒരു ടേൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ ടേണും ഫസ്റ്റ് ഗിയറിൽ തന്നെ എടുത്തത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ ഏത് സൈഡിലോട്ടാണോ ടേൺ എടുക്കേണ്ടത് ആ സൈഡിൽ ഇൻഡിക്കേറ്റർ കൊടുക്കുക. വാഹനത്തിനെ സ്ലോ ചെയ്യുക. സ്ലോ ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ കുറച്ച് നാൾ പ്രാക്ടീസ് ആവുന്നിടം വരെ എല്ലാ ടേണും ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പയ്യെ ജഡ്ജ് ചെയ്ത്, ഇപ്പോൾ സ്ലോപ്പിൽ ഇറക്കത്തിലോട്ടുള്ള ടേൺ ആണെങ്കിൽ സെക്കൻഡ് ഗിയർ, ഈവൻ തേർഡ് ഗിയറിൽ വേണമെങ്കിൽ നമ്മൾക്ക് അങ്ങനത്തെ ടേണുകൾ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതേപോലത്തെ മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമസ്കാരം.